പ്രേ ഗോഡ് ഈശോയ്ക്ക് ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഈശോയ്ക്ക് സന്തോഷം കൊടുക്കുമെന്ന് എൻ്റെ ചെറിയ എക്സ്പീരിയൻസിലൂടെ എനിക്ക് കിട്ടിയ ചില ചെറിയ ചെറിയ ബോധ്യങ്ങളെ കുറിച്ചൊന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ അത് ഈശോയ്ക്ക് സന്തോഷം കൊടുക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു കാര്യം വെച്ചാൽ നമ്മളുടെ ചിരിയാണ്. നമ്മൾ ചിരിക്കുന്ന ഈശോയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇപ്പം നമ്മളാണെങ്കിലും നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാൾ, ആ ഒരു സന്തോഷമായിട്ടിരിക്കാനാണ് നമ്മൾ സ്വാഭാവികമായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പം നമുക്കൊരാളെ സ്നേഹിക്കാൻ പറ്റുന്നതിലും കൂടുതൽ എന്തായാലും ഈശോ നമ്മളെ സ്നേഹിക്കും. അപ്പോൾ നമ്മൾ സന്തോഷമായിട്ടിരിക്കുന്നതായിരിക്കുമല്ലോ ഈശോയ്ക്ക് ഇഷ്ടം. ഈശോയ്ക്ക് എന്തിഷ്ടമാണോ അത് ചെയ്യാനാണ് എന്താ ഈശോയുടെ ഹിതം അനുസരിക്കുക, ദൈവഹിതം എന്നൊക്കെ പറഞ്ഞാണല്ലോ നമ്മളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ദൈവഹിതത്തിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചിരിക്കുന്നത് നമ്മുടെ കർത്താവിന് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ സങ്കീർത്തനങ്ങളിൽ ഇങ്ങനെ ഒരു വചനമുണ്ട്, കർത്താവിനെ ആനന്ദിക്കുക, അവിടെ നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു വരും. ആ വചനത്തിൻ്റെ വലിയ വലിയ അർത്ഥങ്ങളൊന്നും എനിക്കറിയാൻ പാടില്ല, പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് നമ്മൾ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ചിരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ കർത്താവിനൊരു ശീലമാവുകയാണെങ്കിൽ നമ്മളുടെ ആ ഒരു ചിരി കാണാൻ വേണ്ടിയിട്ട് മാത്രം ഈശോ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഇപ്പം എനിക്കിങ്ങനെ ആകാശം കാണുന്നതും ഒക്കെ എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. ചില സമയത്തൊക്കെ ആകാശമൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് തോന്നും. അപ്പോൾ ഞാൻ ഓർക്കും, ഇതെൻ്റെ സന്തോഷം കാണാൻ വേണ്ടി എൻ്റെ കർത്താവ് ചെയ്തു തരും. അപ്പോൾ അങ്ങനെ നമ്മൾ സന്തോഷം തോന്നുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നന്ദി വരും. അപ്പോൾ ഈശോ കൂടുതൽ കൃപകൾ തരും. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ ഈശോ ഹാപ്പി ആയിട്ടിരിക്കും. നമ്മുടെ സന്തോഷം കണ്ടുകൊണ്ട് ഈശോ സന്തോഷിക്കുകയാണെങ്കിൽ അതിനും വലിയ സന്തോഷം നമുക്ക് വേറെ ഇല്ല. നമ്മളിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഈശോയ്ക്ക് ഇഷ്ടം. ഇപ്പം ചീത്ത കേട്ടാലും ചിരിക്കാൻ പറ്റുന്ന ഒരു ഹാപ്പിനെസ്, ഒരു ജോയ്. ഇപ്പോൾ ഇങ്ങനെ ഞാനൊരു കോളേജിൽ ഫ്രഷേഴ്സിലേക്ക് കയറിയപ്പോൾ മീറ്റിങ്ങിന് കയറിയപ്പോൾ അവിടെ സാർ ഇങ്ങനെ പറഞ്ഞു, ആ കോളേജിലെ ഏറ്റവും ഹാപ്പി ആയിട്ട് നടക്കുന്ന ആൾക്കാർ ഈശോക്കാരാണ്. ഈശോയുടെ കൂടെ നടക്കുന്നതിൻ്റെ ഒരു സന്തോഷമാണ് അവരുടെ മുഖത്തുള്ളത്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന കർത്താവ് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്. അവൻ നമ്മുടെ സന്തോഷമാണ് അവൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക. ഈശോയ്ക്ക് അതാണ് ഇഷ്ടം. ചിരിച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. സുരക്ഷ പറയുവേ, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്ന ചിരിക്കുന്ന ആത്മാവിനെ കർത്താവിന് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഈശോ നമുക്ക് തരുന്ന ഗ്രേസിൻ്റെ അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും ഒരു നന്ദി, നമ്മളിപ്പോൾ നന്ദി പറയത്തില്ല, ആ ഒരു താങ്ക്സിൻ്റെ ഒക്കെ ഏറ്റവും വിസിബിൾ ആയിട്ടുള്ളൊരു എന്താ പറയുക എക്സ്പ്രഷനാണ് നമ്മുടെ ചിരി എന്ന് പറയുന്നത്. ഈ ചിരി തന്നെ അതിൽ തന്നെ ഈശോയ്ക്ക് ഒരു നന്ദിയാണ്. ഈശോയ്ക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ. നമ്മളെ സന്തോഷം പരത്തുന്ന വഴിയായിട്ട് ഒരു തരത്തിലുള്ള മിഷൻ കൂടിയാണത്. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ നമ്മുടെ ഹാപ്പിനെസിൻ്റെ റീസൺ എന്താണെന്ന് ആൾക്കാർ സ്വാഭാവികമായിട്ട് ചിന്തിക്കും. അപ്പോൾ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കർത്താവായിരിക്കും. അപ്പം അങ്ങനെ അതൊരു മിഷൻ കൂടിയാണ്. അപ്പം മൊത്തത്തിൽ ഈശോയ്ക്ക് സന്തോഷവും നമ്മുടെ ചിരി വഴി നമ്മൾ ആത്മാക്കളെ നേടാനും പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും ഇപ്പോൾ വേറെ ഒരു ഗുണമില്ലാലും നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അതായത് ഇപ്പം നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടില്ലേ, ഈ പരസ്പരം സ്നേഹിക്കുന്നവരെ ഏറ്റവും കൂടുതൽ പറയുന്ന ഐ ലവ് യു എന്നായിരിക്കും. അതുകൊണ്ട് വലിയ ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുണ്ടോ? തിരിച്ചു ഗുണമൊന്നുമില്ല. പക്ഷേ ഞാൻ സ്നേഹിക്കുന്ന ഒരാളെ ആ വ്യക്തി ഞാൻ സ്നേഹിക്കുന്നത് അങ്ങോട്ട് ഞാൻ പറയുന്നത് കേൾക്കുന്ന ആ വ്യക്തിക്കും പറയുന്നത് എനിക്ക് ഒരുപോലെ സന്തോഷമുള്ള കാര്യമാണ്. ഈശോയും അതുപോലെയാണ്. ഈശോയ്ക്ക് അത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടം. നമ്മളിപ്പം അഡോറേഷൻ നടത്തും, പ്രൈസ് ആൻഡ് വർഷിപ്പ് നടത്തും, സ്നേഹത്തെക്കുറിച്ച് പറയും. നമ്മൾ പറയും, ഇപ്പം നമ്മളൊരു കാര്യം ചെയ്യുന്ന ഈശോയുടെ സ്നേഹത്തെ പ്രതിയാണ് നമ്മൾ പറയും, സ്നേഹത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. പക്ഷേ നമ്മൾ ഈശോ അത് ഡയറക്റ്റ് പറയുന്നത് വളരെ കുറവാണ്. ആക്ച്വലി ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഒന്ന് ഓർക്കുക, ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പെട്ടിട്ട് ഈ ഒരു നിമിഷം വരെ എത്ര തവണ ഈശോയുടെ ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടുണ്ട്? നമ്മൾ വളരെ കുറച്ചായിരിക്കും പറഞ്ഞിട്ടുണ്ടാകാം. നമ്മൾ പേഴ്സണലി ഈശോയുടെ അടുത്ത് ഇരിക്കുന്നുണ്ട്, കുർബാനയ്ക്ക് പോകുന്നുണ്ട്. ആക്ച്വലി ഈശോ നമുക്ക് തരുന്ന എല്ലാം ഒരു തരത്തിലല്ല മറ്റൊരു തരത്തിൽ ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് നമ്മളോട് പറയാം. നമ്മൾ ഈശോ സ്നേഹിക്കുന്നുണ്ടെന്ന് നമ്മൾ സത്യം പറഞ്ഞാൽ വളരെ കുറച്ചേ പറയുന്നുള്ളൂ. ഈശോയ്ക്ക് അത് മാത്രം കേട്ടാൽ മതി. ഐ ലവ് യു ഈശോയെ എന്ന് ഉള്ള ആ ഒരു എന്താ പറയുക 3 മാജിക്കൽ വേർഡ്സ്. അതിനോട് ഈശോയ്ക്ക് ഒരിക്കലും നോ പറയാൻ പറ്റത്തില്ല. ഞാനൊക്കെ ആക്ച്വലി ഇപ്പം എനിക്ക് അത്യാവശ്യമായിട്ടെങ്കിലും വേണമെങ്കിലും മാത്രമല്ല കേട്ടോ, അങ്ങനെയല്ലെങ്കിലും എനിക്ക് ഏറ്റവും ഫലപ്രദമായിട്ടൊരു പ്രാർത്ഥന എന്ന് പറയുന്നതാണ് ഓടി ചെന്നിട്ട് ഈശോയെ ഐ ലവ് യു എന്ന് ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ എനിക്കറിയാം എൻ്റെ കർത്താവിന് സന്തോഷമാണ്. എനിക്കറിയാം അങ്ങനെ പറയുമ്പോൾ എനിക്കൊരു കാര്യം ഈശോ വേണ്ടാന്ന് പറയത്തില്ല, എനിക്ക് എന്തും തരും ഈശോ. ഞാൻ എന്ത് ചോദിച്ചാലും ഈശോ തരും. ഈ അവസാനത്തെ അടവെന്നൊക്കെ പറയത്തില്ലേ, അതുപോലത്തെ ഒരു സംഭവമാണ് ഐ ലവ് യു ഈശോ എന്ന് പറഞ്ഞ് ചോദിച്ചാൽ ഒന്നും ഈശോ വേണ്ടാന്ന് പറയത്തില്ല. നമുക്ക് എന്തെങ്കിലും കിട്ടുന്നതിൻ്റെ മാത്രമല്ല കേട്ടോ, ഈശോയ്ക്ക് അത് ഇഷ്ടമാണ്.
ഈശോയ്ക്ക് സന്തോഷമാണ്. എന്നെ ഒരാൾ സ്നേഹിക്കുന്നു എന്നറിയുന്നത് എനിക്ക് സന്തോഷമുള്ളൂ. എന്നോട് ഞാൻ സ്നേഹിക്കപ്പെടുന്നു എന്നറിയുന്നതാണല്ലോ സന്തോഷം. ഈശോയ്ക്ക് അങ്ങനെ തന്നെയാണ്. ഒത്തിരി സ്നേഹം, നമ്മൾ ഒത്തിരി സ്നേഹിക്കുന്ന ഈശോ നമ്മളുടെ നാവുകളിൽ നിന്ന് ആ ഒരു സ്നേഹം കേൾക്കാനൊക്കെ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈശോയെ സ്നേഹിക്കേണ്ട നമുക്ക് കൂടെ ഈശോയോട് പറയാവേ. അത് ഇപ്പോൾ ന്യൂ ഇയർ ഒക്കെ ആണല്ലോ, ഒരു റെസൊല്യൂഷൻ പോലൊക്കെ വേണമെങ്കിൽ എടുക്കാം. മാക്സിമം ഈശോയുടെ ഐ ലവ് യു എന്ന് പറയാം. കാരണം നമ്മൾ ഒത്തിരി ചൊല്ലിക്കൂട്ടുന്നുണ്ട്, ഒരു എന്താ പറയുക, അർത്ഥം അറിയാണ്ടൊക്കെ ഒത്തിരി ചൊല്ലിക്കൂട്ടുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് ഉള്ളിൽ നിന്ന് സ്നേഹത്തോടെ ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ നമുക്ക് ശ്രമിക്കാം. അതുപോലെ വേറൊരു കാര്യം ഉണ്ടല്ലോ, അതിന് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഈശോയെ കാണുന്ന ഈശോയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏറ്റവും ചെറിയ കാര്യങ്ങൾ ഒരു ഈശോയാണ് ചെയ്തത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ നന്ദി പറയുമ്പോൾ, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ ഓർത്ത് നമ്മൾ നന്ദി പറയുമ്പോൾ ഈശോയ്ക്ക് അത് ഇഷ്ടമാണ്. കാരണം ഈ വലിയ വലിയ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ ആരും വേണമെങ്കിലും ശ്രദ്ധിക്കാം. പക്ഷെ ഏറ്റവും ചെറിയ ഡീറ്റെയിൽസ് പോലും ശ്രദ്ധിക്കുന്ന അത്രയ്ക്ക് സ്നേഹിക്കുന്നവരായിരിക്കും. അപ്പോൾ ഏറ്റവും ചെറിയ കാര്യങ്ങൾ പോലും കണ്ടുപിടിച്ച് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. അതേപോലെ തന്നെ ചെറിയ ചെറിയ ത്യാഗങ്ങൾ സമർപ്പിക്കാം. കൊച്ചുപണിയിൽ പറയും, സ്നേഹത്തെ പ്രതി, ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി, ആത്മാക്കളോടുള്ള സ്നേഹത്തെ പ്രതി ഒരു മുട്ടുസൂചി എടുക്കുകയാണെങ്കിൽ അതുപോലും ആത്മാവിനെ രക്ഷിക്കും. നമ്മൾ വലിയ വലിയ എന്തൊക്കെ ചെയ്താലും അവിടെ സ്നേഹമില്ലെങ്കിൽ അതുകൊണ്ടൊരു പ്രയോജനമില്ല, അതുകൊണ്ടൊന്നും ആവുന്നില്ല. ഇപ്പോൾ ആര് പറയുന്നത് കേട്ടാലും എന്ത് പറഞ്ഞാലും എഴുതിയാലും അവിടെ സ്നേഹമില്ലെങ്കിൽ അതുകൊണ്ടൊരു പ്രയോജനമില്ല, ഒന്നും ആവുന്നില്ല. പക്ഷേ സ്നേഹം നിറച്ച് ഈശോയോടുള്ള സ്നേഹത്തെ പ്രതീക്ഷിക്കുന്ന ഏറ്റവും ചെറിയൊരു കാര്യത്തിന് പോലും വലിയ വിലയുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ ചൂടായിട്ടിരിക്കുന്ന സമയം നമ്മൾ ഫാൻ ഓൺ ചെയ്തിട്ടിരിക്കുക, നമ്മൾ സമാധാനമായിട്ടിരിക്കുക. അപ്പോൾ ആരെങ്കിലും വന്ന് പെട്ടെന്ന് ഫാനിൻ്റെ സ്പീഡ് കുറച്ചാൽ നമുക്ക് ദേഷ്യമുണ്ട്, അന്നേരം ഒരു സംയമനം പാലിക്കുക എന്നൊക്കെ പറയുന്നത് നോക്കുമ്പോൾ ആർക്കും മനസ്സിലാത്ത കൂടിയില്ല. ഫാനിൻ്റെ സ്പീഡ് കുറയ്ക്കുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കുന്നത് നമ്മൾ ആ ചൂട് സഹിച്ചിട്ടാണ് ആർക്കും മനസ്സിലാകത്തില്ല. പക്ഷെ ഈശോ അത് നോട്ട് ചെയ്യും, ഈശോയ്ക്ക് അത് ഇഷ്ടം, ഈശോ അത് ഓർത്ത് വയ്ക്കും. അതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ടു, ഇപ്പോൾ നമുക്ക് വിൻഡോ സീറ്റ് ഇഷ്ടമുള്ളവരുണ്ട്, ആ ഒരു സീറ്റ് വേണ്ടെന്ന് വെക്കുന്നത് ആർക്കും മനസ്സിലാകത്തില്ല. നമുക്ക് ഇഷ്ടമുള്ള കാര്യം നമ്മൾ വേണ്ടെന്ന് വെച്ചാൽ, പക്ഷെ ഈശോയ്ക്ക് അത് മനസ്സിലാവും. അതുപോലെ വേറൊരു കാര്യം, പുറത്തുനിന്ന് നോക്കുന്നവർ വിലയില്ല എന്ന് കരുതുന്നതും നമ്മൾ ഈശോയുള്ള സ്നേഹത്തെ പ്രതി ചെയ്യുമ്പോൾ ഈശോയ്ക്ക് അത് വിലയുണ്ട്. അതായത് ഇപ്പോൾ എനിക്ക് പാടാൻ അറിയില്ല കേട്ടോ, പാടാനുള്ള കഴിവൊന്നും എനിക്കില്ല. അപ്പോൾ ഞാനിങ്ങനെ പാടുവാണേലും ഈശോയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാൻ സാധാരണ പാടാറ്. അപ്പോൾ ഇങ്ങനെ പാടാൻ അറിയാവുന്നവർ പാടുമ്പോൾ ഞാനിങ്ങനെ എപ്പോഴും ഇങ്ങനെ മനോഹരമായിട്ട് സന്തോഷിക്കുന്നൊക്കെ പാട്ട് വെക്കുമ്പോൾ ഞാൻ ഈശോ പറയും, എനിക്കൊന്ന് കഴിവ് തരായിരുന്നില്ലേ, ഞാൻ നിനക്ക് വേണ്ടി പാടത്തില്ലായിരുന്നു, ഇവരൊക്കെ പാടണ കണ്ടോ, എനിക്കും കഴിവുന്നായിരുന്നു, ഞാനും പാടത്തില്ലായിരുന്നു എന്നൊക്കെ ഞാൻ ഈശോയോട് ചോദിക്കായിരുന്നു. അപ്പോൾ ഇങ്ങനെ കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ എനിക്ക് തോന്നിയൊരു തോന്നലാണ്, പാടാൻ കഴിയുന്നവർ വളരെ നന്നായിട്ട് പാടുന്ന ദൈവത്തിൻ്റെ സ്തുതി നന്ദി. അവർ പാടുന്ന ഈശോയ്ക്ക് ഇഷ്ടമാണ്, നമുക്കും ഇഷ്ടമാണ്. അവരുടെ കഴിവ് ദൈവത്തിന് കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. ഒക്കെ അവർക്കും സന്തോഷം, ദൈവത്തിന് സന്തോഷം, നമുക്ക് സന്തോഷം. പക്ഷെ പാടാൻ കഴിവില്ലാത്ത ഞാൻ ഈശോയുടെ സ്നേഹത്തെ പ്രതി മാത്രം, എൻ്റെ പാട്ട് കേൾക്കാൻ ആർക്കും ഇഷ്ടമുണ്ടാവില്ല, എനിക്ക് പോലും ഇഷ്ടമല്ല. എൻ്റെ വീട്ടിലാണെങ്കിലും അനിയത്തൊക്കെ പറയും, ഇതിനാ പാടുന്നത് എനിക്ക് എന്നോട് ചോദിച്ചു. പക്ഷെ എന്നാലും ആരെന്ത് പറഞ്ഞാലും എൻ്റെ കർത്താവ് കേൾക്കുന്നുണ്ട്. ഈശോയുടെ സ്നേഹത്തിൽ നിന്ന് വരുന്ന പാട്ട്, ആ പാട്ട് കേൾക്കാൻ ഭംഗിയുണ്ടാവില്ല, ആരും കേൾപ്പിക്കാനും കൊള്ളത്തില്ല. അങ്ങനെയൊക്കെ ആണെങ്കിലും എൻ്റെ ലക്ഷ്യം ഈശോയുടെ സ്നേഹമാണ്, ഈശോയുടെ സ്നേഹത്തെ പ്രതിയാണ് ഞാനത് ചെയ്യുന്നത്. ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ ഈശോയ്ക്കൊക്കെ ഇഷ്ടമാവും. അപ്പം ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ എന്ത് കൊടുത്താലും ഈശോയുടെ വാങ്ങിക്കും. ഒരു കൊള്ളില്ലാത്ത പാട്ടാണെങ്കിലും ആൾക്കാരെ കേൾപ്പിക്കാൻ കൊള്ളില്ലാത്തതാണെങ്കിലും ഈശോയുടെ സ്നേഹത്തെ പ്രതി ചെയ്യുമ്പോൾ ഈശോയ്ക്കൊരു ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ പാടാറുണ്ട് ഈശോയ്ക്ക് വേണ്ടി മാത്രം. അങ്ങനെ ചെറിയ കാര്യങ്ങൾ പുറത്തുനിന്ന് നോക്കുന്നവർക്ക് വിലയില്ലാത്തതായിരിക്കും, പക്ഷെ നമ്മുടെ കർത്താവിന് ഒത്തിരി വിലയുള്ളതാണ്. കാരണം അവൻ്റെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നു. ഇപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, നമ്മുടെ സന്തോഷം അല്ല, ഇപ്പം നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും ആയിക്കോട്ടെ, ഏറ്റവും ചെറിയ കാര്യമായിക്കോട്ടെ, പൊട്ടത്തരായിക്കോട്ടെ, പക്ഷെ അത് കാരണം കർത്താവിൻ്റെ മുഖത്തൊരു ചിരി വരിക എന്നൊക്കെ പറഞ്ഞാൽ അതെന്താ, അതിനപ്പുറത്തേക്ക് നമുക്കൊരാഗ്രഹമില്ല, അതിനപ്പുറത്തേക്ക് ഒരു എന്താ പറയുക പ്രവർത്തനം ഒന്നുമില്ലല്ലോ. ഈ മിഷനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കും. മിഷൻ എന്ന് പറയുന്നത് നമ്മൾ അനുഭവിച്ച ഇഷ്ടമുള്ള സ്നേഹം മറ്റൊരാൾക്ക് നമ്മൾ കൊടുക്കും. അതിപ്പോൾ നമ്മളുടെ ചിരി വഴി കൊടുക്കാം, നമ്മുടെ പ്രവർത്തനങ്ങൾ വഴി, നമ്മുടെ വാക്കുകൾ വഴി, സംയമനം പാലിക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞില്ലേ. വേറൊരാൾക്ക് ഇപ്പോൾ നമ്മൾ ഫാനിൻ്റെ സ്പീഡ് കുറച്ചിട്ടാണ്,
അപ്പം നമ്മൾ ദേഷ്യപ്പെടുവാണെങ്കിൽ ഇവിടെ ഇപ്പം ആൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല പോലും അവർ സെക്കൻഡ് നേരത്തെ ചെറിയൊരു എന്താ പറയുക ഒരു അസ്വസ്ഥത അത് നമ്മൾ ഒഴിവാക്കുമ്പോൾ ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് ഒഴിവാക്കുമ്പോൾ ആ വ്യക്തിക്കത് മനസ്സിലായാലും കൂടി ഈശോ ആ ഒരു വ്യക്തിയെ നേടാൻ വേണ്ടി അത് ഉപയോഗിക്കാമല്ലോ ഈശോ. അതൊക്കെ ഒരു മിഷനാണ്, എല്ലാം മിഷനാണ്. കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് എന്ത് ചെയ്താലും അതൊക്കെ മിഷൻ പ്രവർത്തനമാണ്. അതാണ് വിശുദ്ധരാകുക എന്നൊക്കെ പറഞ്ഞാൽ അതാണ്. അതായത് ഈശോയെ എന്ത് ചെയ്താലും അത് ഈശോയുടെ സന്തോഷത്തിന് വേണ്ടി ചെയ്യാം. അപ്പം ഞാനിപ്പോൾ സംസാരിക്കുകയാണെങ്കിൽ ഇത് കാണുമ്പോൾ ഈശോ സന്തോഷിക്കണം എന്ന ലക്ഷ്യത്തോടെ ഞാൻ ചെയ്യാൻ അങ്ങനെ ഓരോ ചെറിയ പ്രവൃത്തിയും ചെയ്താണ് നമ്മൾ വിശുദ്ധരാണ്. ഇതാണ് വിശുദ്ധി, ഈശോയുള്ള സ്നേഹത്തെ പ്രതി ചെയ്യുക, ഈശോയുടെ സന്തോഷം മാത്രം ആഗ്രഹിക്കുക. അങ്ങനെ ചെറിയ കാര്യങ്ങളിലൂടെ വിശുദ്ധ കൊച്ചു കാര്യങ്ങളിലൂടെ ചെറിയ ചെറിയ ത്യാഗപ്രവർത്തികളിലൂടെ വലിയ വിശുദ്ധയാണ്. ഇപ്പോൾ മിസ്റ്റർ തെരേസിനോടൊക്കെ നമുക്ക് മധ്യസ്ഥത വഹിക്കാം. അങ്ങനെ കുഞ്ഞു കാര്യങ്ങളോട് നമുക്ക് ഈശോയെ സ്നേഹിക്കാം, ഈശോയെ ഒരിക്കലും ഒറ്റയ്ക്കാക്കാതിരിക്കാം, ഈശോയോട് ഇങ്ങനെ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കാം, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കാം. ചിരിയിലൂടെ സ്നേഹത്തിലൂടെ നമുക്ക് വിശുദ്ധരാവാം, സന്തോഷമായിട്ടിരിക്കാം. അങ്ങനെ എല്ലാവർക്കും ഈശോയെ കൊടുക്കാം, ഈശോയെ സന്തോഷിപ്പിക്കാം. പ്രൈസ് ഗോഡ്.